യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കും എന്ന വാഗ്ദാനം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. 2025 ജനുവരിയിൽ രണ്ടാം തവണയും അധികാരമേറ്റപ്പോഴായിരുന്നു ആ ഉറപ്പ് ട്രംപ് നൽകിയത്. അതിനു പിന്നാലെ ഒരു വർഷത്തിനിടെ ആക്രമിച്ചത് 7 രാജ്യങ്ങൾ. ഭീകരവിരുദ്ധതയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പേരിലാണ് ഈ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. എങ്കിലും ഇറാനിലും വെനസ്വേലയിലും നടത്തിയ ഇടപെടലുകൾ ആ രാജ്യങ്ങളിലെ ഭരണമാറ്റം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ താൽപ്പര്യങ്ങളെക്കാൾ ഇസ്രയേൽ താൽപ്പര്യങ്ങൾക്ക് ആണ് മുൻതൂക്കം നൽകുന്നത് എന്ന് അമേരിക്കയ്ക്ക് അകത്തും അന്താരാഷ്ട്ര തലത്തിലും വിമർശനം ഉയരുന്നുണ്ട്. 2025 ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപിന്റെ പ്രധാന ആക്രമണങ്ങൾ നമുക്ക് പരിശോധിക്കാം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് ഇറാനു നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത സൈനിക ആക്രമണം നടത്തി. 2025 ജൂണിലെ ആക്രമണത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയ അമേരിക്ക ഇക്കുറി നേരിട്ടാണ് യുദ്ധരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നതിന് ഇടെയാണ് ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ ഇതുവരെ 200-ൽ-അധികം പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനാണ് തങ്ങൾ നേരിട്ട് രംഗത്ത് ഇറങ്ങിയത് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ നീക്കങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കും നൽകുന്നത്. ദീർഘകാലമായി അമേരിക്കയുമായി ശത്രുതയിലായിരുന്ന പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അട്ടിമറിക്കാനാണ് ട്രംപ് ഭരണകൂടം 2026 ജനുവരിയിൽ വെനസ്വേലയിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വെനസ്വേലൻ ക്യൂബൻ സുരക്ഷാ സേവനങ്ങളിലെ അംഗങ്ങളും സിവിലിയന്മാരും ഉൾപ്പെടെ 83 പേർ കൊല്ലപ്പെടുകയും മദൂറോയെ അമേരിക്ക അനധികൃതമായി തടവിലാക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. വെനസ്വേലയിലെ എണ്ണ കമ്പനികളെ മദൂറോ ഭരണകൂടം ദേശസൽക്കരിച്ചതോടെ അമേരിക്കൻ കമ്പനികൾക്ക് അവിടെയുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. വെനസ്വേലയിലെ മുൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷവേഴ്സും നിലവിലെ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയും കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാടുകളുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളാണ്. ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇവർ ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വെനസ്വേലയിലെ ഭരണകൂടത്തെ അമേരിക്ക അട്ടിമറിച്ചത്. നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് എതിരെ നടക്കുന്ന പീഡനങ്ങളും അതിക്രമങ്ങളും തടയുന്നതിൽ നൈജീരിയൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയയ്ക്ക് എതിരെ ആക്രമണം നടത്തിയത്. ഭീകരവിരുദ്ധതയുടെ പേരിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന് പുറമെ നൈജീരിയൻ സേനയെ പരിശീലിപ്പിക്കാൻ 100 US സൈനികരെ വിന്യസിക്കുകയും ചെയ്തു. ഇതിനു പുറമെ സുരക്ഷാ കാരണങ്ങളും കൃത്യമായ രേഖകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടി നൈജീരിയൻ പൗരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് ഭാഗികമായ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 2026 ജനുവരി 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. വിസ നൽകുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൊമാലിയയിലെ ഭീകരവാദ സംഘടനകൾക്ക് എതിരെ കടുത്ത സൈനിക നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം സൊമാലിയയിൽ ബോംബാക്രമണങ്ങൾ നടത്തിയത്. സൊമാലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ-ഖ്വയ്ദ ബന്ധമുള്ള അൽ-ഷബാബ്, ഐസിസ് എന്നീ ഭീകര സംഘടനകളെ തകർക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. 2025 മാത്രം അമേരിക്ക സൊമാലിയയിൽ 100-ലധികം സൈനിക ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഈ സംഘടനകൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും സൊമാലിയൻ സർക്കാരിനും ഭീഷണിയാണ് എന്നാണ് ട്രംപ് ഭരണകൂടം വിലയിരുത്തപ്പെടുന്നത്. 2025 മാർച്ച് മുതൽ മെയ് വരെ യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് US ഡസൻ കണക്കിന് നാവിക വ്യോമ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗസയ്ക്കെതിരായ വംശഹത്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പ്രതികാരമായാണ് അമേരിക്കയുടെ ആക്രമണം. മാത്രമല്ല, ഹൂതികൾക്ക് സാമ്പത്തികമായും സൈനികമായും പിന്തുണ നൽകുന്നത് ഇറാൻ ആണ് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം യഥാർത്ഥത്തിൽ ഇറാനുമായുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കൂടിയാണ് ട്രംപ് കാണുന്നത്. ഹൂതികൾ നടത്തുന്ന ഓരോ ആക്രമണവും ഇറാൻ നടത്തുന്ന ആക്രമണമായി കണക്കാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ട്രംപ് കടുത്ത സൈനിക നടപടികൾ സ്വീകരിച്ചിരുന്നു. 2025 ഡിസംബറിൽ പലിമ്ര നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ 2 US സൈനികരും ഒരു പരിഭാഷകനും കൊല്ലപ്പെട്ടിരുന്നു.
ഇതിന് പ്രതികാരമായി സിറിയയിലെ ISIL കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തി. അതേസമയം സിറിയയിലെ ബഷാർ അൽ അസദിന്റെ ഭരണം അവസാനിച്ചതിനു ശേഷം വന്ന പുതിയ ഇടക്കാല സർക്കാരുമായി ട്രംപ് ഭരണകൂടം സഹകരിക്കുന്നുണ്ട്. ഇതോടെ മുൻപ് സിറിയയ്ക്ക് മേലുണ്ടായിരുന്ന പല സാമ്പത്തിക ഉപരോധങ്ങളും ട്രംപ് നീക്കം ചെയ്തു. പുതിയ സർക്കാരിനെ സഹായിക്കുന്നതിനും രാജ്യത്തെ ഭീകരരിൽ നിന്ന് മുക്തമാക്കുന്നതിനും വേണ്ടിയാണ് ഈ സൈനിക ഇടപെടലുകൾ എന്ന് ട്രംപ് വാദിച്ചിരുന്നു. 2025 മാർച്ചിൽ ഇറാഖിലെ അൽ അൻബാർ പ്രവിശ്യയിൽ US നടത്തിയ ആക്രമണത്തിൽ ഒരു ഉന്നത ISIL കമാൻഡറെ വധിച്ചു. ഇറാഖിലെ വിവിധ സൈനിക താവളങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും നേരെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ നിരന്തരം ഡ്രോൺ പ്രയോഗങ്ങൾ നടത്തിയിരുന്നു. ഇറാഖ് മണ്ണിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ സൈനിക ഇടപെടലുകൾ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം പ്രായോഗിക തലത്തിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സൈനികാധിപത്യം വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളും സമാധാന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയും ചൂണ്ടിക്കാട്ടി ട്രംപിന് എതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഇത് വരും വർഷങ്ങളിലും പശ്ചിമേഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമായേക്കാം.